സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട മുതൽ എറണാകുളം വരെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുമാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രത തുടരണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം. ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. എന്തായാലും മഴ ഇങ്ങനെ കനക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രതിനിധിയോട് തന്നെ വിവരങ്ങൾ തേടാമെന്ന് തോന്നുന്നു. പ്രശാന്ത് ഉണ്ട്, പ്രശാന്തിനോട് ചോദിക്കാം അല്ലേ? തീർച്ചയായും. പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, അതായത് ഇന്നും മഴ മുന്നറിയിപ്പ് ശക്തമാണ്, ഓറഞ്ച് അലേർട്ടാണ്, ഒപ്പം തന്നെ മറ്റു ജില്ലകൾക്ക് മുന്നറിയിപ്പുണ്ട്. അതായത് എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആശ്വസിക്കാനുള്ള ഒരു നിമിഷമായോ പ്രശാന്ത്? ഗുഡ് മോർണിംഗ് രാഖി, അശ്വതി. സംസ്ഥാനത്ത് മഴ ശക്തമാകുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ആ മഴയ്ക്കൊരു ശമനം ഇനിയും ഉണ്ടായിട്ടില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് സൂചിപ്പിക്കുന്നത്. ഇന്നും വിവിധ ജില്ലകൾക്ക് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പത്തനംതിട്ട മുതൽ എറണാകുളം വരെയും അതോടൊപ്പം തന്നെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുമുള്ള ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ ശക്തമായ രീതിയിൽ മഴ, അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇവിടെ മുന്നറിയിപ്പിലൂടെ പറയുന്നത്. അതോടൊപ്പം തന്നെ ജാഗ്രത കൈവിടാൻ പാടില്ല എന്ന മുന്നറിയിപ്പും പറയുന്നുണ്ട്. മലയോര മേഖലകൾ, മണ്ണിടിച്ചിലിൽ സാധ്യതാ പ്രദേശങ്ങളൊക്കെ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകുന്നുണ്ട്. മാത്രമല്ല, ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകളെ കാര്യമായി ഗവനിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മറ്റു ജില്ലകൾക്ക് തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം വരെയുള്ള ജില്ലകൾ, ഈ ജില്ലകൾക്ക് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളുമെല്ലാം ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. നാളെ 4 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങിയ 4 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ബാക്കിയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 7-ാം തീയതിയും ഇത്തരത്തിൽ തന്നെ എല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഒരു 4 ദിവസവും സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇന്ന് തെളിഞ്ഞ ആകാശമാണ്. നിലവിൽ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള പ്രദേശങ്ങളിലൊന്നും നിലവിൽ മഴ പെയ്യുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലകളിൽ ചിലയിടങ്ങളിൽ, ഏതാനും ഇടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടിയോടുകൂടി കാറ്റിനും സാധ്യതയുണ്ടെന്നൊക്കെയുള്ള മുന്നറിയിപ്പുകളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. എന്തായാലും ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഈ ഒരു മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, ഇത്തരത്തിൽ ഈ അതിശക്ത മഴ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ ജില്ലകൾക്ക് ഇത്തരത്തിൽ അവധി കളക്ടർ, അതായത് പ്രാദേശിക ഭരണകൂടം അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, കാസർഗോഡ്, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, തൃശൂർ തുടങ്ങിയ 10 ജില്ലകൾ, ഈ 10 ജില്ലകൾക്കാണ് നിലവിൽ വിദ്യാഭ്യാസ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇപ്പോൾ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. എല്ലാ ജില്ലകളിലും മഴ ലഭിക്കുന്നുണ്ട്. മണ്ണിടിച്ചിലുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള ദുരന്ത മുഖത്താണ് ഇപ്പോൾ കേരള ജനത നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ മഴ തുടർന്ന ആ മഴയ്ക്കൊരു ശമനമില്ലാതെ തുടരുകയും ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡാമുകളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണം. അതോടൊപ്പം തന്നെ മറ്റ് ഇത്തരത്തിൽ തീരദേശ മേഖലകളോട് ചേർന്ന് പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യത, കുട്ടനാട് മേഖലകൾ പോലെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള മേഖലകളിലുള്ളവരെല്ലാം ജാഗ്രത പാലിക്കണമെന്നൊരു മഴ ശമിക്കുന്നുണ്ട്. പക്ഷേ മുന്നറിയിപ്പുകൾക്ക് ഒരു അയവില്ല എന്നുള്ളതാണ്. ഇന്നും ഓറഞ്ച് അലേർട്ട് ഉണ്ട്. ഒപ്പം തന്നെ നമ്മൾ ജാഗ്രത കൈവിടരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എന്താണ് അലേർട്ട്? തീർച്ചയായും.